പ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് അഡോളസൻസ് എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സിൽ 4 എപ്പിസോഡായിട്ട് അവതരിപ്പിച്ച ഒരു സീരീസ്. അപ്പോൾ ഞാൻ സാധാരണ സീരീസുകൾ കാണാറില്ല, മലയാളമാണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും. ഫിലിമുകൾ കാണാറുണ്ട് ധാരാളം. അപ്പോൾ ഈ സീരീസിനെ കുറിച്ച് എൻ്റെ മോനാണ് എന്നോട് പറഞ്ഞത്, അബി ഇതൊന്ന് കാണണം കേട്ടോ. ചെറിയവൻ കാണേണ്ട സീരീസാണ്. അപ്പോൾ അവനത് പറയുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട്. അങ്ങനെ ഞാൻ ആ സീരീസ് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ ലോകത്തോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലെ ഒരു പ്രദേശം, ഒരു ഗ്രാമം. അവിടെ ഒരു പ്ലംബിംഗ് കോൺട്രാക്ടർ മിസ്റ്റർ മില്ലർ, അയാളുടെ വീട്ടിലേക്ക് അതിരാവിലെ ഒരു ഫോഴ്സ്, അമേരിക്കയുടെ പോലീസ്, ആ ലോക്കൽ പോലീസ് അതോറിറ്റീസ് സർവായുധ സജ്ജരായി ഇരച്ച് കയറുകയാണ്. ആകെ ഒരു പാനിക് അന്തരീക്ഷം അവർ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ ഓരോ വാതിലും ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അകത്ത് കയറുന്നത്. ഇവരാകെ അന്തം വിടുകയാണ്. ഈ ഗൃഹനാഥനായ മില്ലർ, അദ്ദേഹം ഒരു പ്ലംബിംഗ് കോൺട്രാക്ടറാണ്. ഭാര്യ, ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ചെയ്യണത്, എന്താണ്, എന്തു പറ്റി, എന്താണ്? അപ്പോൾ പറഞ്ഞ, ഒരു മർഡർ കേസിലെ കുറ്റവാളി ഇതിൻ്റെ അകത്തുണ്ട്, അവനെ പൊക്കം വന്നാണെന്ന് പറയും. മർഡറോ? ആര്? എന്ത്? നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി ആ മാതാപിതാക്കളുടെ അപ്പുറത്തൊരു മാനസികാവസ്ഥ. ഇവരാരെയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ മോൻ്റെ റൂമിലേക്ക് അടിച്ച് കയറി ചവിട്ടിപ്പൊളിച്ചപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ആ ഓഫീസർ വിളിച്ച് പറയുന്നത്, കിട്ടി, കൊലയാളിയെ കിട്ടി എന്ന് പറയണം, അക്യൂസ്ഡിനെ കിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ കുഞ്ഞിനെ അവിടെ നിന്ന് തന്നെ, ഒരു 13 വയസ്സായ കുട്ടി. അപ്പോൾ ഓവൻ കൂപ്പർ എന്ന് പറയുന്ന മോനാണ് ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ഓഹ്, എന്തൊരു അഭിനയമാണ്! ഞാൻ അഭിനയത്തെക്കുറിച്ചൊന്നും അല്ല കേട്ടോ, അഭിനയത്തെക്കുറിച്ചോ ഡയറക്ഷനെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്. ആ അഡോളസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ നിങ്ങൾക്ക്, കൗമാരം എന്നാണ്. അപ്പോൾ ബാല്യത്തിൽ നിന്നും യുവത്വത്തിലേക്ക്, കൗമാരത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു വന്നവരാണ്. ഈ കൗമാരം എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേജാണ്. അത് ആണിനും പെണ്ണിനും ഒരുപോലെ. ഞാൻ 4 ആൺമക്കളുടെ അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 3 സഹോദരന്മാരുണ്ട്. അപ്പോൾ എൻ്റെ ബാല്യത്തിൽ നിന്നും എൻ്റെ യുവത്വത്തിലേക്ക് ഞാൻ കടന്നുപോയ കൗമാരം, എൻ്റെ അനുജന്മാരുടെ കൗമാരം, ഇതൊക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ എൻ്റെ മക്കളുടെ കൗമാരവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിഹൗ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സീരീസ് വളരെ, അതിൻ്റെ മെസ്സേജ്, അത് കൺവേ ചെയ്യുന്ന മെസ്സേജ്, അത് വളരെ 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 റിയലിസ്റ്റിക്കാണ്, റെലവൻ്റാണ്, ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കേട്ടോ. കേരളത്തിലും മാതാപിതാക്കളും യുവാക്കളും ചെറുപ്പക്കാരൊക്കെ ഈ ഒരു സീരീസ് കാണേണ്ടതാണ്. ഏതായാലും അങ്ങനെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ ഈ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീട് മാറിപ്പോയതാണ്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണ്. അമ്മ മാറത്തലച്ച് കരയാണ്. പെങ്ങൾ, അവൻ്റെ സിസ്റ്റർ, അവനെ ഭയങ്കര സ്നേഹമാണ്, കാരണം 2 മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ പോലീസ് പറഞ്ഞു, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതും പറയാനുള്ളതൊക്കെ അവിടെ വരിക, സ്റ്റേഷനിൽ വരിക. ഇയാൾ അക്യൂസ്ഡാണ് ഒരു മർഡറിന്. അങ്ങനെ അവനെ കൊണ്ടുപോകണം. അപ്പോൾ ഇതിൽ കുറേ വിഷയങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലീസിങ്ങും US-ലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലീസിങ്ങും അതുകൂടെ ഞാൻ ആ സീരീസിൽ എനിക്ക് ശരിക്കും മനസ്സിലായത്. അവിടെ മനുഷ്യാവകാശത്തിന് വലിയ വില നൽകുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു കൊലപാതകിയായിട്ട്, കൊലപാതക ആരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന, തെളിവുകളോടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും അവനോട് പറയുന്നുണ്ട്, നിനക്ക് ഒരു സോളിസിറ്ററിനെ
വേണമെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നിനക്ക് തരും. പിന്നെ നിനക്ക് അഡൾട്ടായിട്ടുള്ള ഒരാളുടെ സഹായം വേണമെന്ന് നിൻ്റെ അച്ഛനോ അമ്മയോ ആരാണ് നിൻ്റെ കൂടെ വേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ നിൻ്റെ കൂടെ നിർത്താം ഈ കേസ് വിധിയാകുന്നത് വരെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവനെ വളരെ മാന്യമായിട്ടാണ് അവനോട് അവർ ഡീൽ ചെയ്യുന്നത്. ഏതായാലും അവൻ നിഷേധിച്ചുകൊണ്ട് അവൻ കാറിൽ ഇവനെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവൻ നിരന്തരം ഇത് നിഷേധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആൾ മാറിയതാണ്, ഞാനത് ചെയ്തിട്ടില്ല, ഐ എം നോട്ട് എ മർഡറർ, ഐ ഡിഡിൻറ്റ് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ കരയുന്നുണ്ട്, തല ആഞ്ഞ് അവൻ ആ വിൻഡോയിൽ കാറിൻ്റെ ഡോറിൻ്റെ വിൻഡോയിൽ ഗ്ലാസ്സിൽ അവൻ അടിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ വളരെ മാന്യമായിട്ട് അവനോട് പറയുന്നുണ്ട്, കൂൾ ഡൗൺ, നീ അക്യൂസ്ഡാണ്, നിൻ്റെ എവിഡൻസ് ഉണ്ടോ, നീ അല്ലാന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ നിനക്ക് പുറത്തു വരാം, ഒന്നും പ്രശ്നമല്ല, ഡോണ്ട് വറി, പാനിക് ആവണ്ട നീ. നൗ യു ആർ അക്യൂസ്ഡ് ആൻഡ് വി ഗോട്ട് ദ എവിഡൻസസ്, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, അതല്ല നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതിനെ നിഷ്ഫലമാക്കുന്ന തെളിവുകൾ നിൻ്റെ കയ്യിലുണ്ടോ മോനെ, അത് ടെൻഷൻ ആവണ്ട, നമുക്ക് ടൈമുണ്ട്. അങ്ങനെ സമാധാനിപ്പിക്കുന്നു, സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ അച്ഛൻ ആയിട്ട് അഭിനയിച്ചത് ഈ പടത്തിൻ്റെ സംവിധായകൻ തന്നെയാണ്, കഥ എഴുതിയ ആളാണ് സ്റ്റീഫൻ ഗ്രഹാം എന്ന് പറഞ്ഞിട്ട്. അപാരമായ അഭിനയം, എൻ്റെ അമ്മ എന്തൊരു അഭിനയമാണ് അറിയാം മനുഷ്യൻ്റെ. എന്നുവെച്ചാൽ ഒരു പിതാവ് ഒരിക്കലും തൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് 100% വിശ്വസിക്കുന്ന, തൻ്റെ മകൻ്റെ മേൽ ഓവർ കോൺഫിഡൻസ് ഉള്ള, എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന, ഒന്നിനെയും ഉപദ്രവിക്കാത്തവനാണ് എൻ്റെ മകൻ എന്ന് വിശ്വസിക്കുന്ന ഒരു പിതാവിൻ്റെ ആ മാനസികാവസ്ഥ, അദ്ദേഹം കടന്നു പോകുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അത് ഭയങ്കര, ഒരു പിതാവെന്ന നിലയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വളരെ നന്നായിട്ട് അയാൾ ആ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഓസ്കാറൊക്കെ കൊടുക്കാൻ പറ്റിയ അഭിനയം എന്ന് പറയില്ല നമ്മൾ. ഏതായാലും സംഗതി പറഞ്ഞു വരുന്നത്, അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ തെളിവുകൾ മുഴുവൻ അച്ഛൻ പോവുകയാണ്. അവൻ പറഞ്ഞ അനുസരിച്ച് എനിക്ക് ഡാഡി മതി എന്ന് പറയണം. അപ്പോൾ അവൻ്റെ ഡാഡിയാണ് സ്റ്റേഷനിൽ അവൻ്റെ കൂടെ. അപ്പോൾ പോലീസുകാർ അവനെ ചോദ്യം ചെയ്യുന്നു, അവൻ നിഷേധിക്കുന്നു. പക്ഷേ അവർ തെളിവുകൾ ഓരോന്നോരോന്നൊന്നായി അവരുടെ മുമ്പിൽ നിരത്തുകയാണ്. അവസാനം ഇവൻ ആ പെൺകുട്ടിയെ, അവൻ്റെ കൂടെ പഠിച്ച സഹവിദ്യാർത്ഥിനിയെ ആണ് ഇവൻ കൊല്ലുന്നത്. 7 തവണ സ്റ്റാബ് ചെയ്ത് കുത്തിക്കൊല്ലുകയാണ് കത്തി കൊണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്നുവെച്ചാൽ സർവൈലൻസ് ക്യാമറകളുണ്ടല്ലോ, അമേരിക്കയാണല്ലോ എല്ലായിടത്തും. എന്നിട്ടും അവൻ നിഷേധിക്കുകയാണ്. ദിസ് വീഡിയോ മേ ബി എ ഫേക്ക്, ദിസ് ഈസ് എ ഫേക്ക് വീഡിയോ, ഐ സ്വീയർ ഐ ഡിഡൻ, ഞാൻ ചെയ്തിട്ടില്ല, ഇത് ഫേക്ക് വീഡിയോ ആണ്, ഇത് എന്നെ കൊടുക്കാൻ വേണ്ടി മറ്റാരോ ചെയ്താണ് എന്നൊക്കെ പറഞ്ഞ് അവൻ അതിന് നിഷേധിക്കുകയാണ്. അപ്പോഴും ആ അച്ഛൻ വിശ്വസിക്കുന്നില്ല, തൻ്റെ മകൻ്റെ ഒപ്പം അയാൾ നിൽക്കുകയാണ്. കാരണം അയാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പിന്നെ ജാമി അങ്ങനെ അല്ലല്ലോ, ജാമി വളരെ നല്ല കുട്ടിയാണല്ലോ, അവൻ അധികം ആളുകളുമായിട്ട് കൂട്ടുകെട്ടില്ല, അവൻ സ്കൂളിൽ പോകും, തിരിച്ചു വരും, അവൻ വീട്ടിൽ തന്നെയാണ്, അവനെക്കുറിച്ച് ഇതുവരെ ഒരു പരാതികളുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പരലോകത്തെക്കുറിച്ച് നമ്മുടെ വേദഗ്രന്ഥങ്ങളൊക്കെ, എല്ലാ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ഇപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിൽ പരലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ഇസ്ലാമിക സെമിറ്റിക് മതവിശ്വാസങ്ങളിൽ എന്തൊക്കെയാണോ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അതൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇല്ല എന്നൊന്നും ആരും പറഞ്ഞ് തർക്കിക്കേണ്ടതില്ല, എല്ലാം അതിലുണ്ട്. ഇവിടുത്തെ പുരാണങ്ങളിലൊക്കെ ധാരാളം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, നരകത്തിലെ ശിക്ഷകളെക്കുറിച്ച്. നിങ്ങൾ അന്യൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ പിന്നെ വിക്രമിൻ്റെ സുഹൃത്ത് ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, അതിൽ പുരാണങ്ങളിൽ എന്തൊക്കെയാണ് ഓരോരുത്തർക്കും കൊടുക്കേണ്ട ശിക്ഷകൾ, അങ്ങനെ ആ ശിക്ഷ നടപ്പിലാക്കുകയാണല്ലോ ഈ വിക്രം അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊക്കെ അന്നിങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ എന്താണ് ഹൂറികൾ, അവിടെ ദാഹവും വിശപ്പൊന്നും ഉണ്ടാവില്ല, അവിടെ മദ്യപ്പുഴകളുണ്ട്, അവിടെ തരുണീമണികളുണ്ട്, ആവശ്യത്തിന് ആവോളം സെക്സ് ചെയ്യുക, എന്ത് വേണമെങ്കിലും കഴിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു പരലോകം, യെസ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി വന്നതോട് കൂടിയിട്ട്, ഈ ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് 2 ലോകത്തായിട്ടാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കൗമാരത്തിൻ്റെ ഫേസ് ഉണ്ടല്ലോ, ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, അവർ പരലോകത്തും ഇഹലോകത്തും കൂടെ ജീവിക്കണം. പക്ഷേ ഈ പരലോകം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ലോകമാണ്. അത് ശരിക്കും ഒരു പരലോകം തന്നെയാണ്. അവിടെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുണ്ട്.
അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് ഇഹലോകമല്ല പരലോകമാണ്. കാരണം അവർ ഇഹലോകത്തിൽ നിന്ന് വളരെ ഡിറ്റാച്ച്ഡാണ്. അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ പരലോകത്താണ്, ഈ ഡാർക്ക് വെബിൻ്റെ വേൾഡിലാണ്. ഡാർക്ക് വെബ് വേൾഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വേൾഡിലാണ്. അതിന് ഞാനിന്ന് പരലോകം എന്ന് പറയണം. ശരിക്കും അത് പരലോകം തന്നെയാണ്. അപ്പോൾ ഇഹലോകത്തും പരലോകത്തും കൂടെ ജീവിച്ചിട്ട് സ്വഭാവ രൂപീകരണങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ പേഴ്സണാലിറ്റി, എന്താ പറയുക, ഫോർമേഷൻസ്, ഇതൊക്കെ സത്യത്തിൽ സംഭവിക്കേണ്ടത് ഇഹലോകത്താണെങ്കിൽ, നമ്മുടെയൊക്കെ അങ്ങനെയാണ്, ഇഹലോകത്താണ് സംഭവിച്ചതെങ്കിൽ അവരുടെ ഇതെല്ലാം സംഭവിക്കുന്നത് പരലോകത്തും. കുറച്ച് സമയം അവർ ഇഹലോകത്തും നമ്മളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗതികേട്ടിലാണ് ഇപ്പോൾ അവർ. അങ്ങനെ വരുന്ന സമയത്ത് അവർ ആ പരലോകത്തെ ഉണ്ടായ പരലോകത്തിൽ അവരൊരു വേറെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അവർ ഈ ഇഹലോകത്തും അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ പരലോകത്തെ പേഴ്സണാലിറ്റി ആയിട്ടാണ്. ഈ ഇൻ്റർനെറ്റ് ലോകം ഉണ്ടല്ലോ, അവിടെ രൂപപ്പെട്ട് വന്നൊരു പേഴ്സണാലിറ്റിയുമായിട്ടാണ് അവരിവിടെ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും ഒക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നമ്മളെ പിടികിട്ടാത്തത്. അവർ തീർത്തും വ്യത്യസ്തരായിട്ട് നമ്മൾക്ക് അവരെ കാണുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും അച്ഛനും അമ്മയും ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ അവസാനം ആ പോലീസുകാരൻ്റെ എന്ന് വെച്ചാൽ ഇത് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവിൻ്റെ മകൻ ഇവൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ആ കുട്ടി പറയാണ്, അച്ഛാ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, ഈ കേസന്വേഷണത്തിൽ നിങ്ങളിപ്പോൾ വെറുതെ ബ്ലൈൻഡായിട്ടാണ് ഈ അന്വേഷിക്കുന്നത്. ഇതിൽ നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട്, ഇവൻ്റെ മനഃശാസ്ത്രം നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇൻ്റർനെറ്റിൽ ഉപയോഗിച്ച കുറേ സംഗതികളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇമോജീസ് ഉണ്ട്. ഈ ഇൻ്റർനെറ്റിൽ ഒരു ഭാഷയുണ്ട് അച്ഛാ, ഞങ്ങൾ തമ്മിൽ കൺവേ ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഭാഷ. ആ ഭാഷ അച്ഛൻ പഠിക്കണം, അച്ഛനറിയില്ല. അങ്ങനെ കുറേ ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ അതിലാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഇവനെ എല്ലാവരും അഗ്ലി എന്നാണ് പറയുക. ഇവൻ വിരൂപനാണ്, അഗ്ലിയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ മാനസികമായിട്ട് വളരെ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി, ഇവന് വളരെ ഇഷ്ടം തോന്നിയ ഈ പെൺകുട്ടി, അവൻ്റെ സമപ്രായമാണ്, പക്ഷെ അവൾ നിരന്തരം അവനെ യു ആർ അഗ്ലി. അപ്പോൾ ഈ ഒരു എന്താ പറയുക, മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് അവൻ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ബന്ധപ്പെടുന്നത്. ഏതായാലും ഇത് നടക്കുന്നതൊക്കെ പരലോകത്താണ് കേട്ടോ, നേരിട്ടല്ല ഈ പറയുന്നൊന്നും. പരലോകത്ത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലെ ചാറ്റിങ്ങിലൊക്കെ ഇത്തരം ഇമോജീസ് ഉപയോഗിച്ചിട്ട്, സിമ്പലുകൾ ഉപയോഗിച്ചിട്ട് ഇവർ പരസ്പരം പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ലോകമുണ്ടല്ലോ. അങ്ങനെ അവസാനം ഒരു ദിവസം അവളോട് അവൻ്റെ ഇഷ്ടം, അപ്പോൾ അവനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിക്കുന്നുണ്ട്. ഒരു ലേഡിയാണ്. അപ്പോൾ അവർ പതുക്കെ അവൻ്റെ മനസ്സിനെങ്ങനെ റിവീൽ ചെയ്യണം, പുറത്തു കൊണ്ടുവരികയാണ്. എന്തുകൊണ്ട് അവനിത് ചെയ്തു, എന്താ അവൻ അലട്ടുന്ന പ്രശ്നം. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ അഗ്ലിയാണ് എന്നൊരു ബോധം അവന് ശക്തമായിട്ട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ അവൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവൻ അതിൽ അനുഭവിക്കുന്ന വേദന അവർക്കാർക്കും അറിഞ്ഞിട്ടില്ല, അവരാരും ഇത് അറിയുന്നില്ല. അല്ലടാ, നീ സുന്ദരനാണ്, സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തൊലിവെളുപ്പോ അല്ലെങ്കിൽ ഷെയ്പ്പോ ഒന്നുമല്ല, അതിനപ്പുറത്ത് മനുഷ്യൻ്റെ സൗന്ദര്യത്തെ അളക്കുന്ന അളവുകോൽ എന്താണ് എന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആ ദമ്പതികൾ വളരെ വളരെ മാന്യനായ മനുഷ്യനും, ആ അമ്മയും തന്നെ അച്ഛനും തന്നെ അവർ വളരെ നല്ല മനുഷ്യരാണ്. അവർ മക്കളെ വളരെ നന്നായിട്ട് തന്നെയാണ് വളർത്തുന്നത്. പക്ഷേ മകൻ പരലോകത്ത് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഏതായാലും ഒടുവിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇയാളുടെ ബർത്ത്ഡേ ഒരു വർഷം ഇവൻ ജുവനൈൽ ഹോമിലാണ് ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. 13 വയസ്സല്ലായിട്ടുള്ളൂ. ഏതായാലും പോലീസുകാർക്കറിയാം ഇവനാണ് മർഡർ ചെയ്തതെന്ന്. പക്ഷേ ഇവനായിട്ടത് സമ്മതിക്കുന്നില്ല. പക്ഷേ ഒടുവിൽ ആ സൈക്കാട്രിസ്റ്റിൻ്റെ ഇടപെടലിലൂടെ ചെയ്തത് വലിയ തെറ്റാണെന്ന് അവന് ബോധ്യപ്പെടുകയും, ബർത്ത്ഡേ ദിവസം, അവൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ദിവസം അവൻ അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ്, ഡാഡി ഹാപ്പി ബർത്ത്ഡേ, പിന്നെ സുഖമല്ലേ ഡാഡി, നന്നായിരിക്കണോ. അങ്ങനെ അവരൊരു യാത്ര പോവുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സിസ്റ്ററും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട്. ആ സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, ഡാഡി ഞാൻ തെറ്റ് ഏറ്റുപറയാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോഴാണ്. അപ്പോഴാണ് അയാളത് വിശ്വസിക്കുന്നത്. അത് കേൾക്കുമ്പോഴുള്ള ആ അച്ഛൻ്റെയും അമ്മയുടെയും ആ പെങ്ങളുടെയൊക്കെ അവസ്ഥ, പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് അഡോളസൻസ് ആണ് കേട്ടോ. നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസാണ്, 4 സീരീസേ ഉള്ളൂ, 4 എപ്പിസോഡേ ഉള്ളൂ. നിങ്ങൾ കണ്ടിരിക്കണം, കാണണം. എന്ന് വെച്ചാൽ നമ്മളവരുടെ ഭാഷ പഠിക്കണം, പരലോക ഭാഷ. അവർ 20% നമ്മുടെ കൂടെ ജീവിക്കുന്നത്.
അപ്പോൾ അവസാനം ഇയാൾ അവൻ്റെ മുറിയിൽ പോയിരുന്നിട്ട് ഈ അച്ഛനും അമ്മയും കൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. വളരെ ഹൃദയസ്പർക്കാണത്. ഇത് പറയുന്നത് എന്താണെന്ന് പറയാം, നമുക്ക് നമ്മുടെ മകനെ നമ്മൾ നന്നായിട്ടല്ലേ വളർത്തിയത്, അവൻ ആവശ്യപ്പെട്ടൊക്കെ നമ്മൾ കൊടുത്തില്ലേ, നമ്മൾ അവനെ നന്നായിട്ട് സ്നേഹിച്ചില്ലേ, എന്ത് പറ്റി? അവൻ്റെ തെറ്റിന് അവൻ മാത്രമാണോ കാരണക്കാരൻ? അല്ല, നമ്മളല്ലേ അവനെ സൃഷ്ടിച്ചത്, നമ്മളല്ലേ അവനെ രൂപപ്പെടുത്തിയത്. അപ്പം നമ്മളും കൂടെ കുറ്റവാളികളല്ലേ. പക്ഷെ തെറ്റുപാവം മാത്രമായിട്ടല്ലേ ആ കുറ്റം ഏറ്റെടുത്തിട്ട് അവനല്ലേ ഇപ്പോൾ അത് അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ പൊട്ടിക്കരയാണ്. കാരണം ഞാനും അതിൽ കുറ്റവാളിയാണ്, നമുക്കവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ മക്കൾ ഇപ്പം നമുക്ക് കേരളത്തിൽ അറിയാമല്ലേ, അവർ മാതാപിതാക്കളെ കൊല്ലുന്നു, സുഹൃത്തുക്കളെ കൊല്ലുന്നു, അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൗമാരം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ബാല്യത്തിൽ നിന്ന് യുവത്വത്തിലേക്കുള്ള ഈ ഒരു ചെറിയ ഗ്യാപ്പ്, സ്പേസ്, അത് പ്രിയപ്പെട്ടവർ ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പീരീഡാണ്. അവിടെ അവരെ ഈ പരലോകത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ അനുവദിക്കാതെ സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട്, വാത്സല്യം കൊണ്ട്, അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട്, അവരുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കൂടെ നിർത്താൻ കഴിഞ്ഞാൽ, അങ്ങനെ നമ്മളിലൂടെ അവർ യുവത്വത്തിലേക്ക് പോവുകയാണെങ്കിൽ, അഡൽട്ടറിയിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് ആ മക്കളെ നല്ല പൗരന്മാരാക്കിയിട്ട് നല്ല മനുഷ്യരാക്കിയിട്ട് ഈ സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിയും എന്നൊരു മെസ്സേജാണ് അഡോളസൻസ് നമുക്ക് നൽകുന്നത്. എനിക്കും നിങ്ങളോടൊക്കെ പറയാനുള്ളത്, 80% നമ്മുടെ മക്കൾ പരലോകത്താണ്. ആ ലോകം തീർത്തും വ്യത്യസ്തമാണ്. ആ ലോകത്തെ ഭാഷ നമുക്കറിയില്ല, നമുക്കറിയാത്തൊരു ഭാഷയാണ്. അവിടെ നടക്കുന്നതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ്. അവർ രൂപപ്പെടുന്നത് ഈ ലോകത്താണ്. നമ്മുടെ കൂടെ അവരുണ്ടാവും ശരീരം, പക്ഷെ അവർ രൂപപ്പെടുന്നത് ആ ലോകത്താണ്. അവരുടെ പേഴ്സണാലിറ്റി ഫോർമേഷൻ സംഭവിക്കുന്ന ആ ലോകത്താണ്. അവരുടെ സ്വഭാവ രൂപീകരണം ആ ലോകത്താണ്. ആ ലോകത്തെ സംഭവങ്ങളുമായിട്ട്, ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. പക്ഷേ അതവർ തിരിച്ച് ഇഹലോകത്ത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ ഭീകരമായ കോൺസിക്വൻസസാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്നേഹത്തോടു കൂടി അക്ബർ. ഇതുപോലുള്ള ഇത്തരം സംഗതികൾ, എനിക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ, മെസ്സേജുകൾ, അത് നിങ്ങൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉതകുന്നത് ആണ് എന്ന് തോന്നിയാൽ ഞാനത് ഇതുപോലെ നിങ്ങൾക്ക് കൺവേ ചെയ്തു തരും, പാസ് ചെയ്തു തരും. എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന് പറയുന്ന എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം, തീർച്ചയായിട്ടും കാണണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിർബന്ധമായിട്ട് ഷെയർ ചെയ്തിരിക്കണം. അത് കുറേ ഷെയറും ലൈക്കും കിട്ടാനല്ല കേട്ടോ. എൻ്റെ ഒരു ഉത്തമ പൗരൻ എന്ന നിലയ്ക്ക്, ഒരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഈ സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ ഭാര്യയോട്, മക്കളോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ വേണ്ടപ്പെട്ടവരോടുള്ള അതേ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഈ അയൽവാസികളോടുണ്ട്, ഈ സമൂഹത്തോടുണ്ട്, രാഷ്ട്രത്തോടുണ്ട്, ഈ ലോകത്തോടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. സ്നേഹത്തോടു കൂടി അക്ബർ സ്നേഹം.